നമസ്കാരം സുഹൃത്തുക്കളെ, 30 ഡേയ്സ് ചാലഞ്ചിന്റെ 18ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ക്ലാസ്സിലേക്ക് കടക്കാൻ സമയം വൈകിക്കണ്ട അല്ലെ. അപ്പൊ നമുക്ക് പ്രകാശത്തെ കുറിച്ചിട്ട് നോക്കാം. നമ്മൾ ഫിസിക്സും കെമിസ്ട്രി ആണ് നോക്കുന്നത് അല്ലെ. ഫിസിക്സും കെമിസ്ട്രിയിലും 10 മാർക്ക് ഉണ്ട്. നമ്മൾ ഏകദേശം ഒരു 75% നമ്മൾ കഴിഞ്ഞു. ബാക്കി ഒരു 25% ഉണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് നാളെയുമായിട്ട് എന്ത് ചെയ്യാം, ഫിസിക്സും കെമിസ്ട്രി അവിടെ കംപ്ലീറ്റ് ആക്കാം. ഓക്കെ ആണോ? അപ്പൊ എന്നിട്ട് നമുക്ക് വേറൊരു മൊഡ്യൂളിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ ഏകദേശം മൊഡ്യൂളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആകാനായി കേട്ടോ. അപ്പൊ നമുക്ക് പ്രകാശം എന്താ, പ്രകാശത്തെ കുറിച്ചിട്ടുള്ള പഠനം പറയുന്നത് ഒപ്റ്റിക്സ് ആണ് അല്ലെ. പ്രകാശത്തെ കുറിച്ചിട്ടുള്ള പഠനം എന്താണ്, ഒപ്റ്റിക്സ് ആണ്. പ്രകാശത്തിന് ശൂന്യതയിലാണ് വേഗത കൂടുതൽ കേട്ടോ. പ്രകാശത്തിന്റെ വേഗത കൂടുതൽ എവിടെയാണ്, ശൂന്യതയിലാണ്. എന്നാൽ പ്രകാശത്തെക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണങ്ങളുണ്ട്. ഏതാണത്, ടാക്യോണുകളാണ്. പ്രകാശത്തെക്കാൾ ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്ന കണങ്ങളുണ്ട്. അതിനെ പറയുന്ന പേരാണ് ടാക്യോണുകൾ എന്ന് പറഞ്ഞാൽ. എന്നാൽ പ്രകാശം ഏറ്റവും കുറഞ്ഞ വേഗത്തിൽ സഞ്ചരിക്കുന്നത് വജ്രത്തിലാണ്. എന്നാൽ പ്രകാശത്തിന് ഏറ്റവും ഉയർന്ന സാന്ദ്രതയുള്ളതും വജ്രത്തിലാണ്. എന്നാൽ പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം, സൂര്യപ്രകാശത്തിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്രയാണ്, 8 മിനിറ്റും 20 സെക്കൻഡുമാണ്. എന്നാൽ ചന്ദ്രനിലെ പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ടുന്ന സമയം 1.3 സെക്കൻഡ് ആണ്. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് പഠിച്ചത്, ക്ലിയർ ആക്കണേ, ഓരോരോ ഭാഗങ്ങൾ ക്ലിയർ ആക്കണേടാ. അപ്പൊ പ്രകാശത്തെ കുറിച്ചിട്ടുള്ള പഠനം എന്താടാ, ഒപ്റ്റിക്സ് ആണ്. ശൂന്യതയിലാണ് പ്രകാശത്തിന് ഏറ്റവും വേഗത കൂടുതൽ. എന്നാൽ പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണങ്ങളുണ്ട്. അതിനെ പറയുന്ന പേരാണ് ടാക്യോണുകൾ എന്ന് പറയുന്നത്. എന്നാൽ പ്രകാശം ഏറ്റവും കുറഞ്ഞ വേഗത്തിൽ സഞ്ചരിക്കുന്നത് എവിടെയാണ്, വജ്രത്തിലാണ്. പ്രകാശം ഏറ്റവും കുറഞ്ഞ വേഗത്തിൽ സഞ്ചരിക്കുന്നത് വജ്രത്തിലാണ്. എന്നാൽ പ്രകാശത്തിന് ഏറ്റവും ഉയർന്ന സാന്ദ്രതയുള്ളതും വജ്രത്തിൽ തന്നെയാണ്. എന്നാൽ സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം 8 മിനിറ്റും 20 സെക്കൻഡുമാണ്. എന്നാൽ ചന്ദ്രനിലെ പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം 1.3 സെക്കൻഡ് ആണ്. എന്നാൽ പ്രകാശത്തിലെ ഏറ്റവും ചെറിയ കണം എന്ന് പറയുന്ന പേരാണ് ഫോട്ടോൺസ്. പ്രകാശത്തിലെ ഏറ്റവും ചെറിയ കണങ്ങളാണ് ഫോട്ടോൺസ്. അതേപോലെ തന്നെ പ്രകാശത്തെ കുറിച്ചിട്ടാണ് നമുക്ക് കണികാ സിദ്ധാന്തം പഠിക്കാനുണ്ട്, തരംഗ സിദ്ധാന്തങ്ങളൊക്കെ പഠിക്കാനുണ്ട് അല്ലെ. അപ്പോ ഈ പ്രകാശത്തിലെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത്, അതായത് പ്രകാശത്തിൽ ഏറ്റവും ചെറിയ കണികകളാണ് എന്ന് പറഞ്ഞു, ഫോട്ടോൺസ് എന്ന് പറഞ്ഞു അല്ലെ. ആ ചെറിയ കണങ്ങൾ. അപ്പൊ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്, ന്യൂട്ടൺ ആണ്. എന്നാൽ പ്രകാശത്തെ കുറിച്ചുള്ള പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തിയാണ് ക്രിസ്റ്റ്യൻ ഹൈജൻസ്. കണികാ സിദ്ധാന്തം ന്യൂട്ടൺ ആണെങ്കിൽ തരംഗ സിദ്ധാന്തം ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ്. പ്രകാശം എന്ന് പറഞ്ഞാൽ ഒരു അനുപ്രസ്ഥ തരംഗമാണ്. പ്രകാശം എന്നല്ലേ. അപ്പൊ അല്ലെ, നമ്മൾ ശബ്ദം പഠിക്കുമ്പോൾ എന്ത് പറയും, അനുദൈർഘ്യ തരംഗം എന്ന് പറയും അല്ലെ. പ്രകാശം എന്ത് തരംഗത്തിന് ഉദാഹരണമാണ്, അനുപ്രസ്ഥ തരംഗത്തിന് ഉദാഹരണമാണെങ്കിൽ ഇവിടെ കണ്ടോ, പ്രകാശം അനുപ്രസ്ഥ തരംഗമാണ്. എന്നാൽ പ്രകാശം അനുപ്രസ്ഥ തരംഗമാണ് എന്ന് പറഞ്ഞത് ആരാ, അതങ്ങനെ കണ്ടുപിടിച്ചത് ആരാണ്, അങ്ങനെ തെളിയിച്ചത് ആരാണ്, അഗസ്റ്റിൻ ഫ്രെനൽ ആണ്. പ്രകാശം അനുപ്രസ്ഥ തരംഗമാണ് എന്ന് പറയുന്നത് ആരാണ്, അഗസ്റ്റിൻ ഫ്രെനൽ ആണ്. നോക്ക്, പ്രകാശത്തിന് ശൂന്യതയിലൂടെയുള്ള വേഗം എത്രയാണ്, നമ്മൾ പറഞ്ഞു പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത ശൂന്യതയിലാണ് എന്ന് പറഞ്ഞു. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. മക്കളെ 8 ആണ്, അതൊന്നും ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ മറന്നു, അതില് മേലേക്കിടാൻ മറന്നു. ശൂന്യതയിൽ എന്താണ്, 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ജലത്തിൽ 2.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഗ്ലാസ്സില് പ്രകാശത്തിന്റെ വേഗത 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. വജ്രത്തില് 1.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ ആണോ? ശൂന്യതയിലാണ് നമ്മൾ പറഞ്ഞു, ഏറ്റവും വേഗത ശൂന്യതയിലായതുകൊണ്ട് തന്നെ ഇവിടെ എത്ര വന്നു, 3 വന്നു അല്ലെ. 3 × 10⁸. എന്നാൽ 2.25 ജലത്തില്, ഗ്ലാസ്സില് 2. ഓക്കെ, ഇനി 2.10, വജ്രത്തില് 1.25 ആണ്. ഇനി പ്രകാശത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും PSC ചോദിക്കാറുണ്ട് അല്ലെ. അപവർത്തനം എന്താണ്, വികിരണം എന്താണ്, വിസരണം എന്താണ്, എന്താണ് പ്രകീർണം, എന്താണ് പൂർണ്ണാന്തരിക പ്രതിഫലനം, ഇതൊക്കെ PSC ചോദിക്കാറുണ്ട്. അപ്പൊ പ്രകാശത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടത് എന്താണ്, അപവർത്തനമാണ്. എന്താണ് അപവർത്തനം എന്ന് പറഞ്ഞാൽ റിഫ്രാക്ഷൻ ആണ്. റിഫ്രാക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ അപവർത്തനം എന്ന് പറഞ്ഞാൽ, പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുന്ന സമയത്ത് അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നുണ്ടെങ്കിൽ അതവിടെ അപവർത്തനം നടന്നു എന്ന് പറയാം. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുന്ന സമയത്ത് അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ അപവർത്തനം എന്ന് പറയുന്നു. എന്നാൽ മാധ്യമം മാറുന്നതിനനുസരിച്ചിട്ട് പ്രകാശത്തിന്റെ വേഗത മാറുന്നതാണ് അപവർത്തനത്തിന് കാരണമാകുന്നത്. എന്താണ്, മാധ്യമം മാറുന്നതിനനുസരിച്ചിട്ട് പ്രകാശത്തിന്റെ വേഗതയും മാറും. ഒരു മാധ്യമത്തിലുള്ള പ്രകാശത്തിന്റെ വേഗത, അപ്പൊ നമ്മൾ പറഞ്ഞു
വായുവിലൂടെ ശൂന്യതയിലൂടെ ഇത്ര വേഗത എന്ന് പറഞ്ഞു പ്രകാശത്തിന്. നമ്മൾ ജലത്തിലൂടെ അതാണ് പറഞ്ഞത്, രണ്ട് മാധ്യമം വേറെ വേറെ ആയില്ലേ. അപ്പൊ മാധ്യമം മാറുന്നതിനനുസരിച്ചിട്ട് പ്രകാശത്തിന്റെ വേഗത മാറുന്നതാണ് ഏതിന് കാരണമാകുന്നത്? അപവർത്തനത്തിന് കാരണമാകുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ ആണല്ലോ. അപ്പോ ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ പ്രകാശ സാന്ദ്രത എന്ന് പറഞ്ഞാൽ. പ്രകാശിക സാന്ദ്രത എന്ന് പറഞ്ഞാൽ ഓരോ മാധ്യമത്തിന്റെയും സവിശേഷതകൾ അതിലൂടെയുള്ള പ്രകാശ വേഗത്തെ സ്വാധീനിക്കാനുള്ള ഒരു മാധ്യമത്തിന്റെ കഴിവാണ് പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നത്. ഓരോ മാധ്യമത്തിന്റെയും സവിശേഷതകൾ അതിലൂടെയുള്ള പ്രകാശ വേഗത്തെ സ്വാധീനിക്കാനുള്ള ഒരു മാധ്യമത്തിന്റെ കഴിവിനെയാണ് പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നത്. ഇനി അപവർത്തന ഉദാഹരണം നോക്കി. അപവർത്തനം പറയുമ്പോൾ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ അപവർത്തന രശ്മി എപ്പോഴും സാധാരണയിൽ നിന്നും അകലുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? സാന്ദ്രത ഫസ്റ്റ് ഇവിടെ വരുന്നത് കൂടിയ എന്നാണ്, അടുത്തത് ഇവിടെ കുറഞ്ഞ എന്നാണ് വരുന്നത് കേട്ടോ. സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ അപവർത്തന രശ്മി എന്ത് ചെയ്യും? സാധാരണയിൽ നിന്നും അകലുകയാണ് ചെയ്യുന്നത്. എന്നാൽ സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ പ്രകാശം സഞ്ചരിക്കുമ്പോൾ സാധാരണയോട് അടുക്കുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ പറയണേ, പഠിക്കണേ. അപവർത്തനത്തിന് ഉദാഹരണം എന്തൊക്കെയാണ് അപവർത്തനത്തിന് ഉദാഹരണം? എപ്പോഴും PSC ഇത് ഈ എക്സാമ്പിൾസ് വന്നിട്ടായിരിക്കും എന്ത് ചോദിക്കുക, ഇത് ഏതിന് ഉദാഹരണമാണെന്ന് ചോദിക്കുക കേട്ടോ. അതായത് ഇപ്പൊ നമ്മളൊരു ഗ്ലാസ് എടുത്തിട്ട് അതിൽ വെള്ളം നിറച്ചു, എന്നിട്ട് ഒരു പെൻസിൽ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പെൻസിൽ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കോ? ഇല്ല അല്ലെ, പെൻസിൽ വളഞ്ഞതായിട്ട് തോന്നില്ലേ? അതെന്താ ഉദാഹരണമാണ്? അപവർത്തനത്തിന് ഉദാഹരണമാണ്. അതേപോലെ തന്നെ വെള്ളത്തിൽ മുക്കിയിട്ടിരിക്കുന്ന കമ്പ് ഉടനതായിട്ട് ഇപ്പൊ ഗ്ലാസ്സിൽ വെള്ളം എടുത്തു, ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തു, ഏതിലാണ് ഗ്ലാസ്സിലെടുത്തു, എന്നിട്ട് അതിലൊരു കമ്പിട്ട് വെച്ച് ആ കമ്പ് എന്ത് ചെയ്യും? വളഞ്ഞതായി തോന്നും. അതെന്തിന് ഉദാഹരണമാണ്? അപവർത്തനത്തിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത്, നക്ഷത്രങ്ങൾ വൈകുന്നേരം നോക്കുമ്പോഴേ നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങുന്നത് കണ്ടിട്ടില്ലേ? ആ നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങുന്നത് എന്തിനു ഉദാഹരണമാണ്? അപവർത്തനത്തിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് അറിയാം സൂര്യൻ ഉദയം ഉണ്ട് അസ്തമയവും ഉണ്ട് അല്ലേ? ഈ സൂര്യന് ഉദയവും ഉണ്ട് അസ്തമയവും ഉണ്ട്. ഉദിച്ചു കഴിഞ്ഞാലും അസ്തമിച്ചു കഴിഞ്ഞാലും അതായത് നമ്മളിപ്പോ സൂര്യൻ ഉദിക്കുമ്പോ അതിന് തൊട്ട് മുമ്പുള്ള ടൈം ഉണ്ടല്ലോ, അപ്പോഴും സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു അതിന് ശേഷവും എന്ത് ചെയ്യാൻ കഴിയും? പ്രകാശരശ്മികൾ കാണാൻ കഴിയും. എന്താണ് കാരണം? അപവർത്തനമാണ് കേട്ടോ. സൂര്യന്റെ ഉദയത്തിന് തൊട്ട് മുമ്പ് അസ്തമയത്തിന് തൊട്ട് ശേഷവും എന്ത് ചെയ്യാൻ കാണും? സൂര്യപ്രകാശം കാണാൻ കഴിയും. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് അപവർത്തനമാണ്. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ ഇപ്പൊ നമ്മള് ഒരു കുടം എടുത്തു, ഒരു കുടത്തിനുള്ളില് ഒരു കല്ലിട്ട് വെക്കാം, ഒരു കല്ലിട്ടു. അപ്പൊ നമ്മൾ നല്ല വെള്ളമൊക്കെ തെളിഞ്ഞു നിൽക്കുന്നുണ്ടാവും. ഇപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കുമല്ലേ, മേലെ നിന്ന് ഇങ്ങനെ നോക്കും കല്ല്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കല്ല് കാണാൻ കഴിയും. നമ്മൾ അതേ പൊസിഷനിൽ കല്ല് കൊണ്ടുപോയി കഴിഞ്ഞാൽ കല്ല് എടുക്കാൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ സ്ഥാനം അവിടെയെന്ന് പറഞ്ഞായിരിക്കും നമ്മൾ അവിടെ കൊണ്ടുപോകുക. പക്ഷെ കല്ലിന്റെ സ്ഥാനം എന്തായിരിക്കും? വേറെ ഭാഗത്തായിരിക്കും. മനസ്സിലാകുന്നുണ്ട്? ആ സ്ഥാനത്തായിരിക്കില്ല കല്ല് കിടക്കുന്നത്. ഇതൊക്കെ എന്തൊരു ഉദാഹരണമാണ്? അപവർത്തനത്തിന് ഉദാഹരണം. ഇനി എന്താണ് അപവർത്തനാങ്കം എന്ന് പറഞ്ഞാൽ? പതന കോണിന്റെയും അപവർത്തന കോണിന്റെയും സൈൻ വിലകൾ തമ്മിലുള്ള അനുപാത വില എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിര സംഖ്യ ആയിരിക്കും. അപവർത്തനാങ്കത്തെ സൂചിപ്പിക്കുന്ന അക്ഷരമാണ് ഇത് n എന്ന് പറയുന്നത്. പഠിച്ചു വെക്കണം കേട്ടോ. എന്താണ് അപവർത്തനാങ്കം എന്ന് പറഞ്ഞാൽ? പതന കോണിന്റെയും അപവർത്തന കോണിന്റെയും സൈൻ വിലകൾ തമ്മിലുള്ള അനുപാത വില ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും. ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും. ഏതിന്റെയൊക്കെയാണ്? പതന കോണിന്റെയും അപവർത്തന കോണിന്റെയും. അപവർത്തനാങ്കത്തെ സൂചിപ്പിക്കുന്ന അക്ഷരമാണ് ഏത്? n എന്ന് പറയുന്നത്. ഇനി എന്താണ് പൂർണ്ണാന്തരിക പ്രതിഫലനം? സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് സഞ്ചരിക്കണം. അതുപോലെ തന്നെ അപവർത്തന കോണ് 90 ഡിഗ്രി ആവാൻ എന്ത് ചെയ്യണം? പതന കോണ് എത്ര ആവണമോ അതിനെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിക്കുന്നു. അപ്പൊ പൂർണ്ണാന്തരിക പ്രതിഫലനത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കേണ്ടത്? സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്കായിരിക്കണം സഞ്ചരിക്കേണ്ടത്. അവിടെയാണ് എന്ത് നടക്കുക? പൂർണ്ണാന്തരിക പ്രതിഫലനം നടക്കുക. അതേപോലെ തന്നെ അപവർത്തന കോണ് 90 ഡിഗ്രി എന്ത് ചെയ്യണം? അപവർത്തന കോൺ എത്രയാകണം? 90 ഡിഗ്രി ആകണം. അതാകണമെങ്കിൽ പതന കോണ് എത്രയാവണമോ അതിനെ ക്രിട്ടിക്കൽ ആംഗിൾ എന്നാണ് വിളിക്കുന്നത്. പൂർണ്ണാന്തരിക പ്രതിഫലനത്തിന് ഉദാഹരണം എന്തൊക്കെയാണ് വരിക? പൂർണ്ണാന്തരിക പ്രതിഫലനത്തിന്
ഉദാഹരണങ്ങൾ, പൂർണ്ണാന്തരിക പ്രതിഫലനത്തിന് ഉദാഹരണം എന്തൊക്കെയാണ് വരിക? വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം, അല്ലേ? വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം. അതുപോലെ തന്നെ ഈ ഒപ്റ്റിക്കൽ ഫൈബറുകളിൽ ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ മരീചികയ്ക്ക് കാരണം. ഇതൊക്കെ എന്താണ്? പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. അപ്പൊ അപവർത്തനത്തിന് ഉദാഹരണം ശ്രദ്ധയോടെ പഠിക്കണം. പൂർണ്ണാന്തരിക പ്രതിഫലനത്തിന് ഉദാഹരണം പഠിക്കണം. വജ്രത്തിളക്കവും അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഫൈബർ ഒപ്റ്റിക്കൽ ഫൈബറിൽ മരീചികയ്ക്ക് കാരണമൊക്കെ പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. അടുത്ത നോക്ക, പ്രകീർണനം. എന്താണ് പ്രകീർണനം എന്ന് പറഞ്ഞാൽ? സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം എന്ന് പറയുന്നത്. സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. എങ്കിൽ എന്താണ് സമന്വിത പ്രകാശം എന്ന് പറഞ്ഞാൽ? ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്നതാണ്. ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ കൂടിച്ചേർന്നാൽ ആ ഒരു തന്നെ പറയുന്ന പേരാണ് ഇത് സമന്വിത പ്രകാശം എന്ന് പറയുന്നത്. അപ്പൊ സമന്വിത പ്രകാശം, ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ സംയോജിച്ചുണ്ടാകുന്ന ഒരു പ്രകാശമാണ് ഇത് സമന്വിത പ്രകാശം. ഈ സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായിട്ട് വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്കറിയണം, ആവൃത്തി ഏറ്റവും കൂടുതലുള്ള നിറം ഏതാണ്? ആവൃത്തി ഏറ്റവും കൂടുതലുള്ളത്, തരംഗദൈർഘ്യം ഏറ്റവും കൂടുതലുള്ളത് ഏത് നിറങ്ങൾക്കാണ്? ആവൃത്തി കൂടുതൽ എപ്പോഴും ഏതിനാണ്? വയലറ്റിനാണ് ആവൃത്തി കൂടുതൽ. അപ്പൊ ഇവിടെ ഈ വാ എന്ന അക്ഷരം ശ്രദ്ധിക്കുക കേട്ടോ. ആവൃത്തിയിലല്ലേ വാ എന്ന അക്ഷരം വരുന്നത്? അപ്പൊ വയലറ്റ്. ആവൃത്തി കൂടുതൽ വയലറ്റ്. ആവൃത്തി കൂടുതൽ വയലറ്റ് ആകുമ്പോൾ അവിടെ തരംഗദൈർഘ്യം എന്തായിരിക്കും? കുറവായിരിക്കും, ഇല്ലേ? എങ്കിൽ തരംഗദൈർഘ്യം ഏറ്റവും കൂടുതൽ ഏതിനാണ്? ചുവപ്പിനാണ്. തരംഗദൈർഘ്യം ഏറ്റവും കൂടുതൽ ഒറ്റൊന്ന് പഠിച്ചാൽ മതി. ആവൃത്തി കൂടുതൽ, വാ എന്ന അക്ഷരം എടുക്കുക, വയലറ്റ്. ആവൃത്തി കൂടുതൽ വയലറ്റിനാണെന്ന് ഒറ്റ ചോദ്യം പഠിച്ചാൽ മതി. അപ്പൊ ആവൃത്തി വയലറ്റിനാണെങ്കിൽ അവിടെ ആവൃത്തി കുറവ് ഏതിനായിരിക്കും? ചുവപ്പിനായിരിക്കും. എന്നാൽ തരംഗദൈർഘ്യം ഏറ്റവും കൂടുതൽ ഏതിനാണ്? ചുവപ്പിനാണ്. അപ്പോ തരംഗദൈർഘ്യം ഏറ്റവും കുറവ് ഏതിനാണ്? വയലറ്റിനാണ്. അതേപോലെ തന്നെ വീക്ഷണ സ്ഥിരത ഉണ്ട്, അല്ലെ? എന്താണ് വീക്ഷണ സ്ഥിരത? 1/16 സെക്കൻഡ് ആണ് വീക്ഷണ സ്ഥിരത എന്ന് പറഞ്ഞാൽ. പ്രീവിയസ് ചോദ്യമാണ്. 1/16 സെക്കൻഡ് ആണ്. അതായത് ഇപ്പൊ നമ്മളൊരു സ്ഥാനത്ത് ഇപ്പൊ ഒരു സാധനം അവിടെ കണ്ടു, നമ്മൾ അതിലേക്ക് നോക്കുകയാണ്. അതിലേക്ക് നോക്കുമ്പോൾ നമ്മൾ നോക്കിയപ്പോൾ അതിലുണ്ടാകുന്ന അനുഭവം ഉണ്ടാവുമല്ലോ, ഒരു ദൃശ്യാനുഭവം ഉണ്ടാവും, അല്ലെ? അത് നമ്മുടെ റെറ്റിനയിൽ എത്ര സമയത്തേക്കാണ് അത് തങ്ങി നിൽക്കുക? അതായത് 1.16 സെക്കൻഡ് സമയത്തേക്ക്, 1/16 സെക്കൻഡിലെ സമയത്തിലേക്കാണ് ഇതെന്ത് ചെയ്യുക? അത് അവിടെ നമുക്ക് വീക്ഷണ സ്ഥിരതയിൽ പറയുന്നത് കേട്ടോ. 1/16 സെക്കൻഡ് ആയിരിക്കും അതിന്റെ നമുക്ക് കറക്റ്റ് നമ്മളൊരു സാധനം നോക്കുന്ന സമയത്ത് നമ്മുടെ റെറ്റിനയിൽ അത് എന്ത് ചെയ്യും? തങ്ങി നിൽക്കും കേട്ടോ. അതിനെയാണ് വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ പ്രകീർണനത്തിന് കാരണമാകുന്നത് എന്തൊക്കെയാണ്? പ്രകീർണനത്തിന് കാരണം മഴവില്ല് ഉണ്ടാകുന്നത്. മഴവില്ല് കേട്ടോ. മഴവില്ല് ഉണ്ടാകുന്നത് പ്രകീർണനത്തിന് ഉദാഹരണമാണ്. അതേപോലെ മഴവില്ലുണ്ടാക്കാൻ കാരണം പ്രകീർണനം മാത്രമല്ല, മഴവില്ലുണ്ടാകാൻ കാരണം മഴവില്ലുണ്ടാക്കുന്നത് ചോദിച്ചതാണ് കേട്ടോ. ഈ ചോദിച്ച ചോദ്യമാണ്. മഴവില്ല് ഉണ്ടാകാൻ കാരണം നമ്മൾ സാധാരണ പ്രകീർണനം എന്ന് പറഞ്ഞു. പക്ഷെ പ്രകീർണനം മാത്രമല്ല മഴവില്ലുണ്ടാകാൻ കാരണം, അപവർത്തനമുണ്ട്. എന്തൊക്കെയാണ്? പ്രകീർണനമുണ്ട്, അപവർത്തനമുണ്ട്, പിന്നെ എന്ത് വരും? പൂർണ്ണാന്തരിക പ്രതിഫലനവും ഉണ്ട്. പൂർണ്ണാന്തരിക പ്രതിഫലനവും എന്തിനുണ്ട്? മറ്റേ മഴവില്ലുണ്ടാകാൻ കാരണമാകുന്നുണ്ട് കേട്ടോ. ഇനി വയലറ്റിന്റെ കോണളവ് എത്രയാണ്? നമ്മൾ നേരത്തെ ആവൃത്തി കൂടുതൽ വയലറ്റ് ആണ് എന്ന് പറഞ്ഞു, അല്ലെ? ആ വയലറ്റിന്റെ കോണളവ് എത്രയാണ്? വയലറ്റിന്റെ കോണളവ് 40.8 ഡിഗ്രിയാണ്. 40.8 ഡിഗ്രിയാണ് വയലറ്റ്. എങ്കിൽ ചുവപ്പോ? റെഡിന്റെ ആവൃത്തി എത്രയാണ്? റെഡ് ഉണ്ടാക്കുന്ന കോണളവ് എത്രയാണ്? 42.8 ഡിഗ്രിയാണ് കേട്ടോ. വയലറ്റ് ഉണ്ടാക്കുന്ന കോണളവ്, അതായത് ഇപ്പൊ ഒരു മഴവില്ല് കാണില്ലേ? അതില് വയലറ്റ് ഉണ്ടാക്കുന്ന കോണളവ് എത്രയെന്ന് ചോദിച്ചാൽ എത്രയാണ്? 40.8 ഡിഗ്രി. റെഡ് ഉണ്ടാക്കുന്ന കോണളവ് 42.8 ഡിഗ്രി. ഇനി എന്താണ് ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ? ചെറിയ സൂക്ഷ്മ വസ്തുക്കളെ ചുറ്റിയിട്ട് പ്രകാശം വളഞ്ഞു പോവുകയോ പ്രതിഫലിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ്. എന്താണ് ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ? ചെറിയ സൂക്ഷ്മ വസ്തുക്കളെ ചുറ്റി പ്രകാശം വളഞ്ഞു പോവുകയോ
അതുപോലെ തന്നെ പ്രതിഫലിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ്. ഡിഫ്രാക്ഷനിൽ തന്നെ സുതാര്യ വസ്തുക്കളുണ്ട്, അതാര്യ വസ്തുക്കളുണ്ട്. ഇത് സുതാര്യ വസ്തുക്കൾ പ്രകാശം കടത്തിവിടുന്നത് അല്ലെ, പ്രകാശം പൂർണ്ണമായി കടത്തിവിട്ടാൽ, പ്രകാശം പൂർണ്ണമായിട്ടും കടത്തിവിടുന്നതാണ് സുതാര്യ വസ്തുക്കൾ. എന്നാൽ പ്രകാശം പൂർണ്ണമായും കടത്തിവിടാത്തതാണ് ഇത് അതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. ഇനി ഡിഫ്രാക്ഷൻ ഉദാഹരണമാണ് ഈ സൂര്യൻ ഉണ്ടാവുമല്ലോ, ഈ സൂര്യന് ചുറ്റും വലയങ്ങൾ കാണപ്പെടുന്നത് ഡിഫ്രാക്ഷൻ ഉദാഹരണമാണ് കേട്ടോ. സൂര്യന് ചുറ്റും വലയങ്ങൾ കാണപ്പെടുന്നത് ഡിഫ്രാക്ഷൻ ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഈ നിഴലുണ്ടല്ലോ, നിഴലുകൾ ക്രമരഹിതമായി കാണപ്പെടുന്നത്, നിഴലുകൾ ക്രമരഹിതമായിട്ടും അതുപോലെ തന്നെ അവ്യക്തമായിട്ട് കാണാൻ പറ്റാത്തൊരവസ്ഥ അവ്യക്തമായും കാണുന്നതിന് കാരണം എന്താണ്? ഡിഫ്രാക്ഷൻ ആണ് കേട്ടോ, ഡിഫ്രാക്ഷൻ. അതുപോലെ ഈ CD-കൾ ഉണ്ടല്ലോ, ആ CD-യിലെ വർണ്ണരാജിക്ക് കാരണം ഏതാണ്? CD-യിലെ വർണ്ണരാജി, ഇപ്പൊ പ്രീവിയസ് ആണ്, CD-യിലെ വർണ്ണരാജിക്ക് കാരണവും ഡിഫ്രാക്ഷൻ ആണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് വിസരണം നോക്കണം. മാധ്യമത്തിലെ കണങ്ങളിൽ തട്ടി സംഭവിക്കുന്ന ക്രമരഹിതവും ഭാഗികവുമായ ദിശാവ്യതിയാനമാണ് വിസരണം എന്ന് പറയുന്നത്. മാധ്യമത്തിലെ കണങ്ങളിൽ തട്ടി സംഭവിക്കുന്ന ക്രമരഹിതവും ഭാഗികവുമായ ദിശാവ്യതിയാനമാണ് ഏത്? വിസരണം എന്ന് പറയുന്നത്. കടൽ ജലത്തിന്റെ നീല നിറത്തിന് കാരണം, കടൽ ജലത്തിന്റെ നീല നിറത്തിന് കാരണം എന്താണ്? വിസരണമാണ്. ഈ കടൽ ജലത്തിന്റെ നീല നിറത്തിന് കാരണം വിസരണം എന്ന് കണ്ടുപിടിച്ചത് ആരാണ്? CV രാമനാണ് കേട്ടോ. ആരാണ്? CV രാമനാണ് കടൽ ജലത്തിന്റെ നീല നിറത്തിന് കാരണം കണ്ടെത്തിയത്. അത് കാരണം വിസരണമാണ് എന്ന് കണ്ടെത്തിയത് കേട്ടോ. ആരാണ്? CV രാമൻ. CV രാമന് നോബൽ സമ്മാനം ലഭിച്ചത് എപ്പോഴാണ്? 1930-ലാണ് CV രാമന് നോബൽ സമ്മാനം ലഭിക്കുന്നത്. എന്നാൽ ആകാശത്തിന്റെ നീല നിറത്തിന് കാരണം, ആകാശം നമ്മൾ നോക്കുമ്പോൾ എന്ത് കളറാണ് കാണുന്നത്? ആകാശത്തിന്റെ നീല നിറത്തിന് കാരണം എന്ത് തന്നെയാണ്? വിസരണം തന്നെയാണ്. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണം എന്താണ്? വിസരണം ആണ്. അത് കണ്ടുപിടിച്ചത് ആരാണ്? ലോർഡ് റെയ്ലി ആണ്. ആരാണ്? ലോർഡ് റെയ്ലി ആണ്. അപ്പൊ കടൽജലത്തിന്റെ നീല നിറത്തിന് കാരണം കണ്ടെത്തിയത് CV രാമനാണ്, 1930-ലാണ്. എങ്കിൽ ആകാശത്തിന്റെ നീല നിറത്തിന് കാരണം ലോർഡ് റെയ്ലിയാണ് എന്ന് കണ്ടെത്തിയത് ആരാണ്? ആകാശത്തിന്റെ നീല നിറത്തിന് കാരണം ആരാണ് കണ്ടുപിടിച്ചത്? റെയ്ലി ആണ്. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണം എന്താണ്? വിസരണം ആണ്. ഓക്കെ, നമ്മളിപ്പോ ഇവിടെ CV രാമന് 1930-ല് നോബൽ സമ്മാനം കിട്ടിയെന്ന് പറഞ്ഞു അല്ലെ. എങ്കിലേ 1930-ൽ കിട്ടിയെന്ന് പറഞ്ഞു. ശാസ്ത്രദിനം എന്നാ? ശാസ്ത്രദിനം ഫെബ്രുവരി മാസം 28-നാണ് ശാസ്ത്രദിനം ട്ടോ. ഫെബ്രുവരി 28-നാണ്. ഇനി അതേപോലെ തന്നെ നമ്മളിവിടെ പറഞ്ഞത് ഈ വിസരണത്തിലുണ്ടല്ലോ, ഈ തരംഗദൈർഘ്യം കൂടിക്കഴിഞ്ഞാൽ, തരംഗദൈർഘ്യം ഉണ്ടല്ലോ കൂടിയാല് എന്ത് സംഭവിക്കും? തരംഗദൈർഘ്യം കൂടിയാൽ വിസരണത്തിന് എന്ത് സംഭവിക്കും? തരംഗദൈർഘ്യം കൂടിയാൽ വിസരണത്തിന് എന്ത് സംഭവിക്കും? എന്താണ് സംഭവിക്കുക? വിസരണം കുറവാകും. തരംഗദൈർഘ്യം കൂടിയാൽ വിസരണം കുറവാകും. ഇനി എന്താണ് ഇന്റർഫെറൻസ് എന്ന് നോക്കാം. അതായത് ഈ ചില മാധ്യമങ്ങൾ ഉണ്ടായല്ലോ, ആ ചില മാധ്യമങ്ങളില് വ്യത്യസ്ത തരംഗദൈർഘ്യമുള്ള പ്രകാശരശ്മികൾ വന്ന് പതിക്കുന്ന സമയത്ത് അവ കൂടിച്ചേർന്നുണ്ടാകുന്ന പ്രതിഭാസമാണ് ഇന്റർഫെറൻസ് എന്ന് പറയുന്നത്. വ്യത്യസ്ത തരംഗദൈർഘ്യമുള്ള പ്രകാശരശ്മികൾ വന്ന് പതിക്കുന്ന സമയത്ത് അവ കൂടിച്ചേർന്നുകൊണ്ടുണ്ടാകുന്ന പ്രതിഭാസമാണ് ഏത്? ഇന്റർഫെറൻസ് എന്ന് പറയുന്നത്. ഇന്റർഫെറൻസ് എന്ന് പറയുന്നത്. അതായത് ഈ ഇന്റർഫെറൻസിന് ഉദാഹരണമാണ് ഈ സോപ്പ് കുമിളകളില് രാജി, സോപ്പ് കുമിളിയിൽ കാണപ്പെടുന്ന വർണ്ണരാജി. അടുത്തത് എന്താണ് വരുന്നത്? വെള്ളത്തിന് മുകളിൽ കാണപ്പെടുന്ന എണ്ണപ്പാട. വെള്ളത്തിന് മുകളിൽ കാണപ്പെടുന്ന എണ്ണപ്പാട. വെള്ളത്തിന് മുകളിൽ കാണപ്പെടുന്ന എണ്ണപ്പാട. പിന്നെ എന്താണ് വരുന്നത്? പിന്നെ ഈ നമ്മൾ സ്കൂളിലൊക്കെ പോണ സമയത്ത്, ചെറുപ്പത്തിലൊക്കെ സ്കൂളിൽ പോണ സമയത്ത് റോട്ടിലൊക്കെ ഈ വണ്ടിയിൽ നിന്നും പെട്രോളും ഡീസലൊക്കെ വീഴുമ്പോ നല്ല നല്ല കളറായിട്ട് നിൽക്കില്ലേ?
എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? കാലും കൊണ്ടൊക്കെ അതിൽ പോലെ നമ്മുടെ കാലിലൊക്കെ ഈ പുണ്ണ് വരാതിരിക്കാൻ, മഴക്കാലത്തൊക്കെ പുണ്ണ് വരാതിരിക്കാൻ എന്തിൽ ചവിട്ടിക്കഴിഞ്ഞാൽ പുണ്ണ് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതാക്കും അല്ലേ. അപ്പൊ ഈ തറയിൽ വീണ് കിടക്കുന്ന പെട്രോള് തിളങ്ങുന്നില്ലേ? തറയിൽ വീണ് കിടക്കുന്ന പെട്രോള്, തറയില് വീണ് കിടക്കുന്ന എന്താണ്? പെട്രോള് അല്ലേ? എന്തിന് ഉദാഹരണമാണ്? ഇന്റർഫെറൻസിന് ഉദാഹരണമാണ് കേട്ടോ. ഓക്കെ, അപ്പോ എന്തൊക്കെയാ നമ്മളിവിടെ പറഞ്ഞത്? സോപ്പ് കുമിളിയിൽ കാണപ്പെടുന്ന വർണ്ണരാജി, വെള്ളത്തിന് മുകളിൽ കാണപ്പെടുന്ന എണ്ണപ്പാട, തറയിൽ വീണ് കിടക്കുന്ന പെട്രോൾ, ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? ഇന്റർഫെറൻസിന് ഉദാഹരണമാണ്. ഇന്റർഫെറൻസിന് ഉദാഹരണമാണ്. പ്രഭാവം കണ്ടെത്തിയത് ആരാണ്? പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടെത്തിയത് ആരാണ്? ഹെൻറി ഹെഡ്സ് ആണ് കേട്ടോ. ആരാണ്? ഹെൻറി ഹെഡ്സ്. ഹെൻറി ഹെഡ്സ് ആണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടെത്തിയത്. എന്നാൽ ഇതിന് വിശദീകരണം നൽകിയത് ആരാന്നറിയോ? വിശദീകരണം നൽകിയത് ഐൻസ്റ്റീൻ ആണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് അതിന് വിശദീകരണം നൽകിയത്. ഓക്കെ ആണോ? ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടെത്തിയത് ഹെൻറി ഹെഡ്സ് ആണ്. വിശദീകരണം നൽകിയത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് കേട്ടോ. മാക്സ് പ്ലാങ്ക്, നമ്മൾ ഈ ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? മാക്സ് പ്ലാങ്ക് അല്ലേ? ക്വാണ്ടം സിദ്ധാന്തം ആരാണ്? മാക്സ് പ്ലാങ്ക് ആണ് കേട്ടോ. ഈ ക്വാണ്ടം മാക്സ് പ്ലാങ്കിന്റെ ഈ ക്വാണ്ടം സിദ്ധാന്തം വെച്ചിട്ടാണ് നമ്മുടെ ഐൻസ്റ്റീന് എന്ത് ചെയ്തത്? ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് വിശദീകരണം നൽകിയത്. അത് പ്രകാരം 1921 നമ്മുടെ ഐൻസ്റ്റീനിന് എന്ത് ലഭിച്ചു? നോബൽ സമ്മാനം ലഭിച്ചു. ഓക്കെ, 1918 നമ്മുടെ മാക്സ് പ്ലാങ്കിന് എന്ത് ചെയ്തു? നോബൽ സമ്മാനം ലഭിച്ചു. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ പ്രകാശത്തില് മെയിനായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട് അല്ലെ? പ്രാഥമിക നിറങ്ങൾ അല്ലെ? പ്രാഥമിക വർണ്ണങ്ങൾ. എന്തൊക്കെയാണ് പ്രാഥമിക വർണ്ണങ്ങൾ പറയുമ്പോൾ നമ്മൾ അവിടെ എന്തൊക്കെ നമുക്ക് പഠിക്കണം? പ്രാഥമിക വർണ്ണം എന്ന് പറഞ്ഞാൽ പച്ച, നീല, ചുവപ്പ് അല്ലെ? പച്ച, നീല, ചുവപ്പാണ് പ്രാഥമിക നിറം എന്ന് പറഞ്ഞു അല്ലെ? അതായത് ഈ നമ്മളിപ്പോ പറഞ്ഞു പച്ച, നീല, ചുവപ്പ് എന്ന് പറഞ്ഞു അല്ലെ? പ്രാഥമിക നിറം പച്ച, നീലയാണ്, ചുവപ്പാണ് എന്ന് കണ്ടെത്തിയ വ്യക്തി ആരാ? തോമസ് യങ് ആണ്. ആരാണ്? തോമസ് യങ് ആണ് പ്രാഥമിക വർണ്ണങ്ങൾ പച്ചയും നീലയും ചുവപ്പുമാണ് എന്ന് കണ്ടെത്തിയത്. ഓക്കെ ആണോ? ഇനി ഈ മൂന്നും കൂടി ചേർന്നാൽ കിട്ടുന്ന നിറം ഏതാ? പച്ചയും നീലയും ചുവപ്പും കൂടി ചേർന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന നിറമാണ് മക്കളെ വെള്ള എന്ന് പറയുന്നത്. വെള്ള എന്ന് പറയുന്നത് മനസ്സിലായോ? ഇനി എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നത് ഏതാണ്? വെള്ളയാണ് അല്ലെ? എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നത്, അതായത് ഇപ്പോ വെള്ള നിറമുള്ള ഒരു സാധനത്തിൽ എന്തെങ്കിലും ഒന്ന് പ്രകാശം അടിച്ചു കഴിഞ്ഞാൽ അതിനെ വീണ്ടും തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ ആക്കാം. എന്നാൽ അതിനെ ആഗിരണം ചെയ്യപ്പെടുന്നത്, ആ നിറത്തിനെ ആഗിരണം ചെയ്യപ്പെടുന്നത് ഏതാണ്? കറുപ്പാണ്. അതുകൊണ്ടാണ് നമ്മള് എന്താണ് ഈ കറുപ്പ് ഡ്രസ്സുകൾ ധരിക്കാത്തത് കേട്ടോ. ചൂടുകാലത്തൊക്കെ കറുപ്പ് ഡ്രസ്സ് ധരിക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതില് എല്ലാ നിറങ്ങൾ എന്ത് വന്ന് ഇതാക്കിയാലും അത് എന്ത് ചെയ്യും? അതിനെ ആഗിരണം ചെയ്യും. വെളുപ്പം അങ്ങനെയല്ല, അതിനെ തിരിച്ച് പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചൂടുകാലത്തൊന്നും കറുപ്പ് ഡ്രസ്സ് ഇടണ്ട എന്ന് പറയുന്നത്. ഓക്കേടാ, അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ 2 ക്ലാസ് ഇട്ടിട്ടുള്ളൂ. നമ്മൾ അന്ന് ആ ക്വസ്റ്റ്യൻ പേപ്പർ 3/2026 നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്ത് അതിന്റെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതിന്റെ ഒരു ക്ലാസ്സും കൂടി ഉണ്ട്. നമുക്കത് ഇടാം. കാരണം ഫാമിലിയിൽ ഇന്നലെ ഒരു മരണം, അതുകൊണ്ട് ഇന്നലെ പോയി. അതുകൊണ്ടാണ് ഇന്നലെ രാത്രി എന്റെ കുട്ടികൾക്ക് ഇന്നലെ ക്ലാസ് ഇടാതെ അവിടെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ടെൻഷൻ അടിച്ചിട്ടുണ്ടല്ലോ. ഒരു ക്ലാസ് നമുക്ക് തരണ്ടേ? ഒരു ക്ലാസ്സിന് തരണ്ടേ എന്റെ കുട്ടികൾക്ക്? നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് എന്നിട്ട് രാത്രി വന്നിട്ടാണ് അത്രയും രാത്രിയാണ് വന്ന് ക്ലാസ് എടുത്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തന്നത് കേട്ടോ. ഓക്കെ ആണോ? ഫാമിലിയിലാണ്, നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഒരാഴ്ച നല്ല തിരക്ക് തന്നെയാണ്. പക്ഷെ എന്ത് വന്നാലും എന്റെ കൂട്ടുകാർക്ക് ക്ലാസ് ഞാൻ പറഞ്ഞു കംപ്ലീറ്റ് ആക്കി, ടോപ്പിക് വൈസ് ഞാൻ ഇതിവിടെ കംപ്ലീറ്റ് ആക്കി തരും പറഞ്ഞു. കംപ്ലീറ്റ് ആക്കി തരും. ലാസ്റ്റ് ഉള്ള ഒരു 3-4 ദിവസം ഫുൾ ടൈം നമ്മൾ ഏതായിരിക്കും അറിയോ? കറണ്ട് അഫെയർ ആയിരിക്കും കേട്ടോ. 4 ദിവസം അടുപ്പിച്ചിട്ട് കറണ്ട് അഫെയർ പഠിക്കും. നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ഇന്നലെ താഴെ ഒരു കമന്റ് കണ്ടു, കൂട്ടുകാരോട് ഷെയർ ചെയ്യാനായിട്ട് സമയം അതിക്രമിച്ചു. അപ്പോ എന്താണ് താഴെ ഒരു കമന്റ് കണ്ടു, ടീച്ചറിന്റെ വോയിസ് കേട്ട് കഴിഞ്ഞാൽ എങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നത്. അപ്പൊ ഞാൻ അവിടെ ഫാമിലിയിൽ ആ മെസ്സേജ് കാണിച്ചു കൊടുത്തു കേട്ടോ. അപ്പൊ അവര് പറയുന്നത് ഞങ്ങളാണ് സഹിക്കുന്നത്, അവർക്ക് മറ്റേ അറിയണമെന്ന് അവര് പറയണു കേട്ടോ. അപ്പൊ ഞാൻ നമ്മളൊരു ഗഡ്സിലാണ് നടക്കുന്നത് കാണിച്ചു കൊടുത്തത്, പക്ഷെ അത് ചീറ്റിപ്പോയി കേട്ടോ.
ഓക്കെ, വളരെയധികം സന്തോഷം. അനീഷ കിട്ടുന്ന കമന്റുകളൊക്കെ കാണാറുണ്ട്. വളരെയധികം നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഒരുപാട് കൂട്ടുകാരുണ്ട്, സ്ഥിരം പ്രേക്ഷകർ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ സ്ഥിര ഉദ്യോഗാർത്ഥികളുണ്ട്. ദൈവത്തോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നു. ഈശ്വര കിട്ടട്ടെ. നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ കയറി വരുവോടോ, ധൈര്യമായിട്ട് ഇരിക്കട്ടെ. 10th പ്രിലിംസ് അടിച്ചിട്ട് വേണം നമുക്ക് LGSന്റെ മെയിൻ LGSനും VFA ബെവ്കോ LDക്കും ഒക്കെ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലൂടെ, നമ്മളിപ്പോ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യുന്നില്ലേ, അതുപോലെ ക്ലാസ് പോയാലില്ലല്ലോ, പൊളിക്കും. ഓക്കെ, എല്ലാ കൂട്ടുകാർക്കും ഹൃദയത്തിൽ തൊട്ട് നന്ദി അറിയിക്കുന്നു. സമയം വേസ്റ്റ് ആക്കരുത്, തുച്ഛമായ സമയം കയ്യിലുള്ളൂ. ഓക്കെ ആണല്ലോ, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.